സർ, ബംഗ്ലാദേശിൽ നടക്കുന്ന നീക്കങ്ങൾ എന്താണ് ഇനി എന്നുള്ളത്? ബംഗ്ലാദേശ് ഇപ്പൊ കത്തുകയാണ്. ഇതിനിടയിൽ ഈ 2013 ഒരു നിയമം വന്നു. കുറ്റവാളികളെ രാജ്യങ്ങൾ, ഇപ്പൊ ഒരു രാജ്യത്തെ കുറ്റവാളി മറ്റൊരു രാജ്യത്തുണ്ടെങ്കിൽ അവരെ കൈമാറണം എന്നുള്ളത്. ഇത് കൂടാതെ ഈ അതിർത്തിയിൽ ഇന്ത്യൻ സേന വലിയ രീതിയിൽ വിന്യസിക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ സിലിഗുരിയിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 4 ഇരട്ടി സേനയെ വിന്യസിപ്പിക്കുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. സുരക്ഷ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത്. ഇതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഷെയ്ഖ് ഹസീനയെ സംരക്ഷിക്കാനുള്ള നീക്കമാണോ, അതോ ചിക്കൻ നെക്ക് പിടിച്ചെടുക്കാനുള്ള നീക്കമാണോ ഇന്ത്യയുടെ? ഷെയ്ഖ് ഹസീനെ ഇന്നലെ കോടതി വിധി വന്നല്ലോ. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയുള്ള കോടതി വിധിയാണ്. വധശിക്ഷ അവരന്വേഷിക്കുന്നു, അവരുടെ ആൾക്കാരെ തീരുമാനിക്കുന്നു, തെളിവുകൾ ഉണ്ടാക്കുന്നു. അപ്പം വധശിക്ഷ. കാരണം അവിടെ വെച്ച് തന്നെ കൊല്ലാൻ പറ്റിയില്ലല്ലോ. അവിടെ കൊല്ലാൻ അന്ന് ആ കലാപത്തിൽ തന്നെ അവരെ വധിച്ചു കളഞ്ഞു. പണ്ട് ഇവരുടെ അച്ഛനെ അങ്ങനെ വധിച്ചു കളഞ്ഞതാണല്ലോ. കലാപത്തിൽ വധിക്കാൻ സമയമായപ്പോൾ അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്റർ വരുന്നു, ഹെലികോപ്റ്ററിൽ നിന്ന് പറന്നു പോകുന്നു. അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തായിരുന്നു. അതിപ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ തന്നെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊരു നിയമയുദ്ധത്തിലേക്കൊക്കെ പോകും. 2013 ഈ പറയുന്നത് ഒരു നിയമം ഉണ്ടായിരുന്നു, ഈ ക്രിമിനൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യണം. അപ്പോൾ 2016 അത് ഭേദഗതി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറേ നിയമ വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നിയമത്തിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഔദ്യോഗികമായിട്ട് ഇവരെ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി കത്ത് തരണം. അത് നേരത്തെ ഇവർ തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടേക്കുവാ. രാഷ്ട്രീയ അഭയാർത്ഥിയല്ലേ സർ? അത് ഞാൻ പറയാം. അപ്പം തരണം. അപ്പം അത് ഇനിയിപ്പം വീണ്ടും തരണം. വീണ്ടും തന്നിട്ട് മാത്രമല്ല, പിന്നെ ഇവർക്കെതിരെയുള്ള ക്ലെയിം, ഇവരുടെ വാറണ്ട്, ഇവരുടെ വിധി അല്ലെങ്കിൽ കുറ്റം, ഇതെല്ലാം നമ്മൾക്ക് തന്നിട്ട് നമ്മളിത് പരിശോധിച്ചിട്ട് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ ക്രിമിനൽസ് അല്ല, ഇത് രാഷ്ട്രീയ അഭയമാണ്. അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കാതിരിക്കും. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ അങ്ങോട്ട് തർക്കം വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഒത്തിരി നൂലാമാലകൾ വരും. അവസാനം വേണം യുദ്ധം വരെ വരാം. മനസ്സിലായില്ലേ? സ്വാഭാവികം, യുദ്ധം വരെ വരാം. അപ്പം ഇതിനകത്ത് ഇവർക്കെതിരെ വന്നിരുന്ന കുറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നലെ കണ്ടെത്തിയേക്കുന്നത് പ്രക്ഷോഭകാരികളുടെ മേൽ മാരകായുധം പ്രയോഗിക്കാൻ ഉത്തരവിട്ടു. ഇപ്പം പ്രക്ഷോഭം നടത്തുന്നതിനെ പിന്നെ എന്തോ ചെയ്യണം? ഒരു പൂവൊക്കെ കൊടുത്ത് വിടണം. ഇല്ല, എനിക്കറിയാൻ പറ്റും. ഇവിടെ എല്ലായിടവും തന്നെ അതല്ല. ചെറിയൊരു വിഷയം വന്നാലും, ഒരു സെക്രട്ടേറിയറ്റ് വളയിൽ വന്നാലും നമ്മളത് ആ സെക്രട്ടേറിയറ്റിലേക്ക് ചാടി കയറാൻ തുടങ്ങുമ്പം വെള്ളം തെറിപ്പിക്കും. അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി ഇന്നാള് നവകേരള യാത്ര പോയപ്പോ ചെടിച്ചട്ടി വെച്ച് തലയിലടിച്ചപ്പോ രക്ഷാപ്രവർത്തനം. അതെ അതെ അതെ. അപ്പം അതേ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായമില്ല. അഭിപ്രായമില്ല. രക്ഷാപ്രവർത്തനമായിരുന്നു. അല്ല, അത് ശരി, ഒരുപക്ഷെ ശരിയായിരിക്കും. ഈ പോലീസ് വണ്ടി വരുമ്പോഴേ കയറി പോകാതിരിക്കാൻ വേണ്ടി പിള്ളേർ എങ്ങനെയും ഇവനെ ഓടിച്ചു കളഞ്ഞതായിരിക്കും. അതായിരുന്നു മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. കാരണം പുള്ളിയുടെ ആ വലിപ്പത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്കതിനകത്ത് വ്യക്തത പറയാൻ അറിയത്തില്ല. അപ്പം പിന്നെ രണ്ടാമത് ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ട വെടിവെക്ക് ഹസീനയ്ക്ക് അറിയുമായിരുന്നു. വെടിവെപ്പ് വിദ്യാർത്ഥികൾ നേരെ ഉണ്ടായിരുന്ന വെടിവെപ്പേ ഹസീനയ്ക്ക് അറിയാമായിരുന്നു. അവരുടെ പേരിലുണ്ടായിരുന്ന കുറ്റങ്ങളാണ്. പിന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ആക്രമണം അതും നടത്തിക്കൂടായിരുന്നു. പിന്നെ ഒരു പയ്യൻ, വെടിയേറ്റ് മരിച്ച പയ്യൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് ഹസീന ഇടപെട്ടു, ഡോക്ടർമാരെ വരുത്തി പോസ്റ്റ്മോർട്ടം തിരുത്തി. പിന്നെ പീഡനം, കൂട്ടക്കൊല തുടങ്ങിയവരുടെ പേരിലുള്ള കുറ്റങ്ങൾ ഇന്നലെ നമ്മൾ പരിശോധിച്ചപ്പോൾ തിരികെ കൊടുക്കാൻ വകുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ വകുപ്പുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇവർ പറഞ്ഞ കുറ്റങ്ങൾ, അല്ലെങ്കിൽ ഇവരാരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ, ഇവർ നടത്തിയ നിയമ നടപടികൾ, ഇവരുടെ അന്വേഷണം, ഇതൊക്കെ കൃത്യമായിരുന്നോ അല്ലെങ്കിൽ അവരുടെ താല്പര്യമനുസരിച്ചായിരുന്നോ എന്ന് പരിശോധിക്കാനുള്ള ഒരു പഴുത് നമ്മൾക്കുണ്ട്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വലിയ കലാപമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പൊട്ടിയതിന് ശേഷം ഇന്നലെ വരെ പരിശോധിക്കുമ്പോൾ 72 ഇടത്ത് പൊട്ടിയിട്ടുണ്ട്. നിസ്സാര പൊട്ടലൊന്നുമല്ല. ഈ യൂനസിന്റെ ബാങ്കൊക്കെ മുട്ട പൊട്ടിത്തെറിക്കുന്നല്ല പൊട്ടിത്തെറിച്ചു പോകുന്നത്, നിസ്സാരമല്ല. അപ്പം യൂനസ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഷൂട്ട് അറ്റ് സൈറ്റ്. ഇവിടെ എത്രയോ പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഷൂട്ട് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, കൊടി അഴിച്ചുകൊണ്ട് പോയി. പിന്നെ അവനാണ്ട് വണ്ടി കയറി ചത്തെന്നാ പറയുന്നത്. നമ്മുടെ ആ കർഷക സമര സമയത്ത് ഒരുത്തൻ അതിനകത്ത് വലിഞ്ഞു കയറി കൊടിയൊക്കെ മാറ്റി കെട്ടിയായിരുന്നു. 2 മാസം കഴിയുമ്പോൾ ഇവനെ അജ്ഞാത വണ്ടി ഇടിച്ചു. ഈ അജ്ഞാതന്റെ വണ്ടിയും ഉണ്ടോ എനിക്കറിയില്ല. ഇതുവരെ ആ വണ്ടി ആരുടെയാ, അജ്ഞാതനാരാന്ന് അറിഞ്ഞിട്ടില്ല. ഇവിടെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെ സംഭവിക്കത്തുള്ളൂ. ഇവിടെ ഈ നമുക്ക് ദൈവാനുഗ്രഹമുള്ള ഒരു നാടായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരെ അജ്ഞാതന്മാരങ്ങ് കാച്ചു പോകും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ മരിച്ചു കിടക്കുക. അപ്പം അവിടെ ഇപ്പം അങ്ങനെയല്ല. ഞാൻ ഈ പറഞ്ഞോടെ ഇപ്പം ഇവിടെ ഈ പ്രക്ഷോഭം കഠിനമായാൽ ഉള്ളൊരു വല്ലാത്ത പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടുന്ന് പാലായന ഇന്ത്യയിലേക്ക് വരും.
4200 കിലോമീറ്റർ ബോർഡറാണ്, വലിയ ബോർഡറാണ്. ഈ മാത്രമല്ല ഈ രാജ്യത്തിന് നമ്മുടെ ഈ രാജ്യത്തിന് നമ്മൾ ഈ പാകിസ്ഥാൻ്റെ കൂട്ടുള്ള അതിനപ്പുറം ഒരു ബന്ധമുണ്ട്. ഈ രാജ്യങ്ങൾ, ഈ ബംഗ്ലാദേശിലെ ആൾക്കാർ നമ്മുടെ ആൾക്കാരും തമ്മിൽ വലിയ ബന്ധമാണ്. എന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശിലുള്ളവൻ്റെ ബന്ധുക്കളെല്ലാം പശ്ചിമ ബംഗാളിൽ കിടക്കണം. അപ്പം ഈ രാജ്യമായിട്ട് മറ്റേതങ്ങ് നമ്മുടെ ഇതിൻ്റെ നിൽക്കുക. പക്ഷേ ഇതിനകത്ത് ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഇന്ത്യയുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പം അവിടെ ഒരു പ്രശ്നം ഗുരുതരമാകുമ്പോൾ ഇന്ത്യക്കകത്ത് ഒരു ആളുണ്ട്, അയ്യോ എൻ്റെ അമ്മാവൻ അവിടെ കിടക്കുന്നു, എൻ്റെ അമ്മായി അവിടെ കിടക്കുന്നു, അപ്പോൾ അല്ലെങ്കിൽ അവിടെ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളത്. അപ്പം ഈ പലായനം വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കളായിരിക്കും പലായനത്തിന് കൂടുതൽ സാധ്യത, അതിൻ്റെ കൂടെ ക്രിമിനൽസും കയറാൻ സാധ്യതയാണ്. അപ്പോൾ ഇത് ബോർഡറിൽ ഭയങ്കര ടൈറ്റാണല്ലോ. നേരത്തെ തന്നെ നമ്മൾ ബോർഡറിൽ വരുന്നതിന് നമ്മൾ മൈക്കൊക്കെ വെച്ച് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യും. വീണ്ടും തള്ളിക്കയറ്റം വന്നു കഴിഞ്ഞാൽ വെടിവെപ്പ് വരേണ്ടി വരും. വലിയ വലിപ്പത്തിലുള്ള തള്ളിക്കയറ്റം വന്നാൽ പിന്നെ വലിയ പ്രശ്നത്തിലേക്ക് വരും. അപ്പം അതൊരു വലിയ റിസ്ക് ആണ് ഇന്ത്യക്ക്. പിന്നെ ഈ സിലിഗുരി കോറിഡോർ അറിയാമല്ലോ. സിലിഗുരി കോറിഡോറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുക. നേരത്തെ ചൈനയ്ക്ക് അവിടെ കൊടുക്കാൻ നോക്കി. അമേരിക്ക നിലവിൽ തന്നെ ബംഗ്ലാദേശിലുണ്ട്. അവിടെ പിന്നെ അമേരിക്കയ്ക്ക് അവിടെ സ്വാധീനം ചെലുത്തുന്നത്, അതായത് നമ്മളെ പണിയാൻ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് സിലിഗുരി കോറിഡോറിനകത്ത് നമ്മൾക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അവിടെ റിസ്ക് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് പിന്നെ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള എൻട്രി പോവല്ലേ. അപ്പം അവിടെ ഒരു പക്ഷേ അവിടുത്തെ ഇപ്പം വരുന്ന എല്ലായിടവും സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യുന്ന അവിടത്തേക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ പട്ടാളക്കാരെ വിന്യസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഈ പ്രക്ഷോഭം ഇപ്പം ഇന്നലെ തൊട്ട് അവിടെ പ്രക്ഷോഭം കണക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത് വന്നതോടുകൂടി വല്ലാത്ത പ്രശ്നമാണ്, പിടിച്ചു നിർത്താൻ പറ്റാത്ത പ്രശ്നമാണ്. അവിടെ പരസ്യമായിട്ട് കലാപത്തിന് ഈ ഹസീനയുടെ മകൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഏത് രീതിയിലേക്ക് വരും? ഏതായാലും കലാപം അകത്ത് നടക്കും. നമ്മൾ വിചാരിക്കും നടക്കട്ടെ, യൂണിസിനെ പിടിക്കട്ടെ, കൊല്ലട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് വലിയ റിസ്ക് ഉണ്ട്. കാരണം നമ്മൾ ഇങ്ങോട്ടുള്ള ഇപ്പം ഇതിനകത്ത് ഈ ഒരു റിസ്കിനകത്ത് കൂടി നമ്മളുടെ ഉദ്ദേശം നടപ്പാക്കുമോ എന്നുള്ളതിനെ പറ്റി നമുക്കറിയത്തില്ല. സിലിഗുരി കോറിഡോർ അവിടെ സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യുന്നത് നമ്മൾക്കവിടെ ദോഷം വരാതിരിക്കുന്നതിന് വേണ്ടിയാണോ? കാരണം ചൈന ഇപ്പോൾ വലിയ കുഴപ്പം വരത്തില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇവിടെ ഇതുണ്ടല്ലോ. മാത്രമല്ല നേരത്തെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ബങ്കറുകൾ ഉണ്ടാക്കുന്നു, ഭീകരന്മാർ ആ രീതിയിലേക്ക്. പിന്നെ ഭീകരന്മാർ ഈ അവസരത്തിൽ വളരെ കൂടുതലായിട്ട് നുഴഞ്ഞു കയറാനുള്ള ഒരു സാധ്യത അവർ ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പം ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഈ ദിവസമായിട്ട് കഴിഞ്ഞ വെളുപ്പിനെ വരെ, ഇന്നലെ വെളുപ്പിനെ വരെയുള്ള റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് തന്നെ 1400 പേര് മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കൊന്നുകളയുക, വലിയ വലുപ്പത്തിൽ തീവെപ്പ്, കൊള്ളിവെപ്പ് എല്ലാം രീതിയിലേക്ക് നേരത്തെയുള്ള പ്രക്ഷോഭത്തിനപ്പുറത്തുള്ള പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. അപ്പം അത് ഈ ഡൽഹി സ്ഫോടനത്തിന് ശേഷമാണ് ഈ പ്രക്ഷോഭകാരികൾക്ക് വല്ലാത്തൊരു ശക്തിയും ഊർജ്ജവും ഒക്കെ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഇന്ത്യക്കെതിരെ ഒരു നീക്കത്തിന് വേണ്ടി, ഇന്ത്യക്കെതിരെയുള്ള നീക്കം അല്ലെങ്കിൽ ഇവനുണ്ടല്ലോ യൂനുസ് എന്ന് പറയുന്നവൻ അവിടെ ആകെപ്പാടെ ജമാഅത്ത് ഇസ്ലാമിയുടെ മാത്രം കുറച്ച് നാളുകളായിട്ട് ഒരു സപ്പോർട്ടേ ഉള്ളൂ. കാരണം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ അന്ന് ഉണ്ടായിരുന്ന പിള്ളേരെല്ലാം കൂടെ റിപ്പബ്ലിക് പാർട്ടി എന്ന് പറഞ്ഞിട്ട് പാർട്ടി ഉണ്ടാക്കി. പിന്നെ ഹസീനയുടെ പാർട്ടി അവിടെ നിരോധിച്ചിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ആ നിരോധിച്ച സാധനം ഇപ്പോൾ കിടന്ന് കളിക്കുന്നു. അപ്പം പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നേരത്തെ ഒരു വിമാനം കയറി പോയായിരുന്നു. കാരണം അവിടെ ഒന്നും സേഫ് അല്ല. ആരാ കൊല്ലുന്നതെന്ന് അറിയാൻ ഒക്കത്തില്ല. നമ്മൾ ഇന്നലെ ചോദിച്ചാൽ ആരാ, അപ്പൊ അവർക്ക് മനസ്സിലായില്ല എങ്ങനെ അപ്പം ഉദ്ദേശിക്കാൻ പറ്റില്ല. അതിനകത്ത് അങ്ങ് ആള് കിടക്കുക. അമേരിക്കയുടെ കിടപ്പുണ്ട്, പാകിസ്ഥാന്റെ കിടപ്പുണ്ട്, ചൈനയുടെ കിടപ്പുണ്ട്, ഹസീന്. അപ്പൊ കൊല്ലുന്ന ആരാണെന്നെങ്കിലും അറിയാനുള്ള അവകാശം നിൽക്കുക. എന്റെ പൊന്ന് തന്നെ, നമ്മളെ കൊല്ലുന്ന ആരാണെന്നെങ്കിലും ഉള്ള ഒരു അവകാശം അല്ലെ? പറഞ്ഞിട്ട് കൊല്ല അല്ലെ? നമ്മുടെ ബന്ധുക്കടുത്തെങ്കിലും പറയാം ഇന്നാളാ വന്നത്. ഇത് ആർക്കും അറിയാൻ പറ്റാത്ത. അതുകൊണ്ട് അവർ നേരത്തെ ഇവിടുന്ന് പോയായിരുന്നു. അവർക്ക് പിന്നെ അന്നത്തെ പ്രക്ഷോഭത്തിനനുസരിച്ച് സംശയം ഉണ്ടായിരുന്നു, ഇവിടെ ഫ്ലൈറ്റ് പൊങ്ങണമെങ്കിൽ ഇന്ത്യ വിചാരിക്കണം. അപ്പൊ അവർ മാറി നിന്നു. കാരണം അവർക്കും പിന്നെ അവരും ഇവനെതിരായി. അപ്പം ഇപ്പൊ അവിടെ നടക്കുന്ന പ്രക്ഷോഭം ഇയാൾക്കിട്ട് പണിയാനാണോ എന്നറിയത്തില്ല. കാരണം ഇതൊരു വല്ലാത്ത നീക്കം ഇന്ത്യ നടത്തുന്നുണ്ട്. കാരണം ഹസീനയെ തീർക്കുന്നതിന് വേണ്ടി, അല്ലെ തിരിച്ചു എന്നാൽ ഹസീന വീണ്ടും അവിടെ ഭരണത്തിൽ ആകും, അതിനുള്ള സപ്പോർട്ട് കിട്ടും, അല്ലെങ്കിൽ ആ ജനാധിപത്യ സംവിധാനം അവർക്ക് തന്നെ അനുകൂലമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യം യൂനസ് കയറിയപ്പോഴേ ഹസീനയുടെ പാർട്ടി അങ്ങ് നിരോധിച്ചു. ഇപ്പൊ ഹസീനയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. അപ്പം ഇപ്പം നിൽക്കുന്ന ഗവൺമെന്റ് എന്ന് പറയുന്നത് തട്ടിക്കൂട്ടി ഗവൺമെന്റ് ആണല്ലോ. ഇവനിതൊക്കെ ചെയ്യാൻ എന്തോ അധികാരം? ഇവൻ തൽക്കാലത്തേക്ക് ഇലക്ഷൻ നടത്തുന്ന ജനാധിപത്യ രീതിയിലേക്ക് വീണ്ടും ഇലക്ഷൻ നടത്തുന്ന വരെ ഒരു ബോഡി പോലെ ഇരിക്കുന്നതാണ്. അപ്പൊ ഇയാളുടെ സ്ഥിര സംവിധാനത്തിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പം ഇയാൾ നടത്തുന്ന അന്വേഷണവും അല്ലെങ്കിൽ ഇയാളുടെ രീതിയിലൊക്കെ ഇയാളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് കാണാൻ കഴിയത്തുള്ളൂ. അപ്പം നമ്മൾ തിരിച്ചു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഒരു പ്രക്ഷോഭം നടത്തി ഇവനെ അടിച്ച് ഊരെ കളഞ്ഞിട്ട്
പട്ടാളം ഇപ്പം മേധാവി ഏകദേശം നമ്മുടെ ഒരു ധാരണയിലാണ്. അപ്പൊ അമേരിക്കൻ ചാരനാന്നും ചൈന ചാരനാന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പറയിപ്പിക്കുന്നതായിരിക്കും. എന്ത് നമ്മുടെ കൂടെ ആ പുള്ളി ഇങ്ങനെ കാര്യമായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പൊ ആ പട്ടാളത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഭരണം പിടിച്ചിട്ട് ഉടനെ ഇലക്ഷൻ നടത്തി വീണ്ടും ഇവരെ അവിടെ അവരോധിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമമാണോ ഈ കലാപം ഇത്രയും ശക്തി ആർജിക്കുന്നത് എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. ഏതായാലും ഹസീന പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരുവാടാണ്. അപ്പോൾ ആ ഒരു വരുവാടാന്ന് പറയണമെങ്കിൽ കൊലക്ക് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സ്ത്രീ അതിനുശേഷം വൈകാരികമായിട്ട് പ്രതികരിക്കുകയും ഞാൻ അങ്ങോട്ട് തന്നെ വരികയാണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ എന്നെ കയറി കൊല്ലത്തില്ല, എന്നെ കൊല്ലാനുള്ള ആളവിടെ ഇല്ല, അതിനല്ലെങ്കിൽ ആ ഒരു താല്പര്യം നടത്താതിരിക്കാൻ കെൽപ്പുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് എന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പറച്ചിലാണല്ലോ അതിൻ്റെ അർത്ഥം. ഏതായാലും കാണാം. എന്തായാലും ഇന്ത്യ സൈനിക ബലം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ചിക്കൻ നെക്ക് അതായത് സിലിഗുരി കോറിഡോറിലേക്ക് ഇപ്പോഴുണ്ടായിരുന്നതിൻ്റെ ഒരു 4 ഇരട്ടി സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു. അതിർത്തി വളഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ബോർഡർ സൈന്യം വളരെ ശക്തമായിട്ട് വളഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പം വരുന്ന റിപ്പോർട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.